ഹായ്. ഇന്ന് കപ്പലിൽ നിന്ന് ഇറങ്ങി ഞാൻ സ്പെയിനിലാണുള്ളത്. സ്പെയിനിലെ ലാസ് പാമാസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ ക്രൂയിസ് ഷിപ്പ് ടെർമിനലാണത്. ജസ്റ്റ് ഒന്ന് പുറത്ത് നടക്കാൻ പോകാമെന്ന് വെച്ചു. ഞാനിന്ന് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ് കൂടെ ഉണ്ട് കൂടെ. ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് പോയിൻ്റ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരു വലിയ മാളുണ്ട്. പക്ഷേ ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മാളല്ല. ഈ മാളിൽ ഞാൻ കുറേ വന്നിട്ടുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണല്ല. പൊതുവെ ഇലക്ട്രോണിക്സൊക്കെ ചീപ്പാണ് ഈ സ്ഥലത്ത്. പക്ഷേ ഈ മാളിൽ കുറച്ച് എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങളൊന്നും വാങ്ങാറില്ല. എൻ്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിലൊന്നാണ് സ്പെയിനിലെ ഈ ലാസ് പാമാസ്. കുറേ ഷോപ്പിങ്ങിനും എല്ലാം പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഒരു അടിപൊളി ബീച്ചൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു വമ്പൻ ഷോപ്പിംഗ് ഏരിയ ആണത്. ഒരു 3 പേരൊന്ന് പാട്ട് പാടുന്നത് കാണാം. സ്പാനിഷ് സോങ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വലിയ മാളൊക്കെ ഉണ്ട്. ഒരു 10 മിനിറ്റ് നടന്നാൽ ഇവിടുത്തെ ബീച്ചിലെത്തും. നല്ല ഫേമസ് ബീച്ചാണ്. നല്ല രസമുള്ള ബീച്ചാണ്. നമുക്ക് സ്വിമ്മിങ് ഒക്കെ പറ്റും അവിടെ. ഇവിടുത്തെ ഇടുങ്ങിയ വഴിയൊക്കെ ബസ് സർവീസ് വരെ ഉണ്ട്. ഇപ്പോൾ ആ പോയ യെല്ലോ കളറിലെ ബസ്സാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ. കുറേ ഷോപ്പുകളുണ്ട് ഈ ചെറിയ സ്ട്രീറ്റുകളിലൂടെ എല്ലാം. ഈ ഷോപ്പുകളിൽ എല്ലാം നല്ല തിരക്കുണ്ട് മിക്കതിലും. ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ധാരാളം വണ്ടികളും പോകാറുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നടക്കണം. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ അത്രയും പ്രശ്നമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ നേരെ മുന്നിൽ ബീച്ചാണ്. ഞാൻ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ന്യൂഡ് ബീച്ചായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷേ അത്രയ്ക്ക് ന്യൂഡിറ്റി ഒന്നും ഇല്ല ഇവിടെ. ബീച്ച് കാണണ്ടേ? ബീച്ച് ടെമ്പറേച്ചർ ഏതാണ്ട് 22 ഡിഗ്രി 23 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. ഇത്തിരി തണുപ്പുമില്ല, എന്നാൽ ഇത്തിരി ചൂടുമില്ല. അതുകൊണ്ട് തന്നെ ബീച്ചിൽ നിറച്ച ആൾക്കാരാണ്. നല്ല തിരക്കാണ്, ക്രൗഡഡാണെന്ന്. ഞാൻ താഴോട്ട് ഇറങ്ങുന്നില്ല, ബീച്ചിൻ്റെ മണലിലേക്ക് ഇറങ്ങുന്നില്ല. ഭയങ്കര പിന്നെ അത് കാലിലെ മണലെല്ലാം കളയണമെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പൊതുവേ കടലിൽ ചാടാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല. ഈ ലാസ് പാമോസ് എന്ന് പറയുന്നത് കനേറി ഐലൻഡ്സിൻ്റെ ക്യാപിറ്റലാണ് ശരിക്കും. 2024 കണക്ക് പ്രകാരം എന്തോ 3,83,000 അത്രേ ഉള്ളൂ ഇവിടുത്തെ ജനസംഖ്യ. ഇവിടുത്തെ പ്രധാന കാഴ്ചയാണ് ഈ കറമ്പന്മാരിങ്ങനെ വഴി സൈഡിൽ ടീഷർട്ടും ഇങ്ങനെ ബാഗും ഒക്കെ ഇട്ട് വിൽക്കുന്നത്. അത് ഇറ്റലി, സ്പെയിൻ ഇങ്ങനെയുള്ള മിക്ക രാജ്യങ്ങളിൽ ചെന്നാലും ഇത്തരം സ്ട്രീറ്റ് സെല്ലേഴ്സിനെ കാണാൻ പറ്റും. പക്ഷെ ഇല്ലീഗലായിട്ട് സെല്ല് ചെയ്യുന്നതാണ് ഇവന്മാർ. പോലീസ് വരുമ്പോൾ ഇവന്മാർ ഇതെല്ലാം ചുരുട്ടി കെട്ടി ഓടും. ബീച്ച് നല്ല ക്ലീനാണ് പൊതുവെ. അങ്ങനെ വലിയ തിരയുള്ള ബീച്ചൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ
സ്വിമ്മിങ്ങിന് കുളിക്കാനൊക്കെ ഇറങ്ങുന്നവർ ഒത്തിരി ഉണ്ട്. ബീച്ചിൽ നിന്ന് ഞാൻ പതിയെ തിരിച്ചു പോവാണ്. കുറച്ച് കഴിയുമ്പോൾ ഡ്യൂട്ടി ഉണ്ട്. സോ അതുമാത്രമല്ല, പിന്നെ ഇവിടെ 1-2 ഷോപ്പുകളുണ്ട്. അവിടെ അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പതിയെ തിരിച്ചു പോകാമെന്നോർത്താണ്. കളർഫുള്ളാണ് സ്പെയിൻ. ഒരു വാം കളറാണ് എവിടെയും, എല്ലായിടത്തും. അത് സ്പെയിനിൽ എവിടെ ചെന്നാലും ഇതുപോലെയൊക്കെ തന്നെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു രാജ്യങ്ങളിലൊന്നാണ് സ്പെയിൻ. തിരിച്ച് ഞാൻ ഷിപ്പയിലോട്ട് പോവാണ്. ചെന്നിട്ട് ഡ്യൂട്ടി ഉണ്ട്. സോ ഇതൊരു ചെറിയ വീഡിയോ ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.